ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ നാട്ടിലാണ്, പെരുന്നിനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പെട്ടെന്ന് ഡിസൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പണ്ട് വീഡിയോയിൽ ഞാൻ ഇതേപോലെ നാട്ടിൽ വരുന്നുള്ള കാര്യം. അപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി വയ്യ, അപ്പോൾ അമ്മ ഇന്ന് വിളിച്ച് പറയായിരുന്നു എന്നെ കാണണമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്നതാണ്. ഞാൻ നാളെ തിരിച്ചു പോവുകയായി. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വെച്ചൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പഴം കൊണ്ടുള്ള ചിപ്സാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പിയാണിത്. കുട്ടികളെ ഫേവറേറ്റ് ആണ്, വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതാകെ വെള്ളം ഓട്ടോഷയുടെയൊക്കെ അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഫോട്ടോസൊക്കെ അയച്ചില്ല. ഒട്ടും വൈകാതെ നമുക്ക് എങ്ങനെയാണ് ചിപ്സ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ പഴുത്ത പഴം കൊണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജസ്റ്റ് പഴുത്ത് വരുന്ന പഴമാണ്. ഓവറായിട്ട് പഴുത്ത പഴം ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ശരിയായ രീതിയിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ നേന്ത്രക്കായയുടെ പരുവത്തിൽ നിന്ന് ജസ്റ്റ് ഇതേപോലെ ലൈറ്റായിട്ട് യെല്ലോ കളർ വരുന്ന സമയമുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഇത് കഴിക്കാൻ പറ്റില്ല, നമുക്ക് പഴമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല, ചെറിയൊരു കറരസം ഉണ്ടാവും. ആ സമയം പഴം ആയോ എന്ന് ചോദിച്ചാൽ പഴം ആയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴുത്ത് പോകാൻ വിചാരിക്കുന്ന പോലെ ക്രിസ്പി ആവില്ല നമ്മുടെ ചിപ്സ്. അപ്പം പഴം വെച്ചിട്ട് ചിപ്സ് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലിരിക്കുന്ന പഴം വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോഴും അത്യാവശ്യം നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. തിക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് പൊളച്ച് വരില്ല, ക്രിസ്പിനെസ് വരികയില്ല, സോഫ്റ്റ് ആയിട്ടിരിക്കും, സോഗി ആയിട്ടിരിക്കും. അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കുക. കണ്ടേ, ഇപ്പം നമ്മളിതിങ്ങനെ പഴം ഉലിച്ച് കഴിഞ്ഞാൽ ഉലിയില്ല കറക്റ്റായിട്ട്, അവിടെ ഇങ്ങനെ തൊലി നിൽക്കും. അപ്പോൾ അതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. പച്ചക്കായയിൽ നിന്ന് വിടുകയും ചെയ്തു, അതേസമയം പഴം എന്നുള്ള രീതിയിൽ ആയിക്കൊണ്ടേ ഉള്ളൂ. ആ ഒരു പരുവത്തിൽ വേണം നമുക്കിതങ്ങ് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പരുവം നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വാങ്ങിക്കുക. അല്ലെങ്കിൽ പച്ചക്കായ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഒന്ന് പഴുപ്പിച്ചെടുത്താലും മതി. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്നിട്ട് ഞാനിവിടെ വളരെ ചെറിയൊരു എമൗണ്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 2 കായയുടെ തൊലി ഒലിച്ചെടുത്ത് വെക്കുക. ഇത് കുറച്ച് നാളുകളല്ലേ ആയിട്ടുള്ളൂ ഈ ചിപ്സ് ഇറങ്ങിയിട്ട്. സാധാരണ രീതിയിൽ നമ്മുടെ സാധാരണ നേന്ത്രക്കായ ചിപ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായിട്ടുള്ളൂ തോന്നുന്നു ഇങ്ങനത്തെ പഴം വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ അറിഞ്ഞിട്ട്. ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തളിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ട് ചിപ്സ് ചീകി ഇട്ട് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. അതേസമയം എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വേണം. അങ്ങനെ അറിയാത്തവർക്ക് 2-3 പഴം നമുക്കെടുത്ത് ചീകി എടുത്ത് വെച്ചതിന് ശേഷം അത് പതുക്കെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പഴമാണെങ്കിലും ചിപ്സ് ആണെങ്കിലും എന്താണെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ എല്ലാവരും അടുത്ത് ഇതുപോലത്തെ ഗ്രേറ്റർ അത് ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ ഞാൻ കത്തി വെച്ചും കാണിച്ചു തരാം. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തിക്നെസ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. ഒരേ തിക്നെസ് ആയിരിക്കും നമ്മുടെ ഉപ്പേരിക്ക്. സ്പീഡിൽ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു പഴം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. കത്തി കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ തിക്നെസ് വേണ്ടത് കേട്ടോ. ഇത് കട്ടി കൂടി കഴിഞ്ഞാൽ ക്രിസ്പിനെസ് വരില്ല നമ്മുടെ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ഒരു തിക്നെസ്സോട് കൂടി അരിഞ്ഞെടുക്കണം. അതുകൊണ്ടാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കട്ടിംഗ് ബോർഡിൽ ഇതുപോലെ തന്നെ പഴം വെച്ച് കൊടുക്കുക. അതിൽ ഈവനായിട്ട് കത്തി വെച്ചിട്ട് വളരെ നൈസായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മൾ അതിലരിഞ്ഞ പോലെ തന്നെ നല്ല നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ കത്തി കൊണ്ട് ഒരു പഴം കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ കട്ടർ കൊണ്ടും ഒരു പഴം കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വറുത്ത് കോരാം. ഒരു കടായി വെക്കുക. നിങ്ങൾക്ക് ചീനച്ചട്ടി ആണെങ്കിൽ ചീനച്ചട്ടി, എന്താണ് നിങ്ങളുടെ അത് അടി കട്ടിയുള്ള പാത്രമായിരിക്കണം കേട്ടോ, അത് നിർബന്ധമാണ്. എന്നിട്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലോ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതായത് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ ഉണ്ടാക്കിയാൽ മതി, ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കേണ്ട. കാരണം അല്ലെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ നമുക്ക് ചിലവാകും. അപ്പോൾ നമുക്ക് 2-3 ട്രിപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ വറുക്കുമ്പോൾ 2-3 പഴം വെച്ച് ചെയ്താൽ മതി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വറുത്തെടുക്കാവുന്ന അത്ര ഈസിയാണ് സംഭവം. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അരിപ്പയും അതുപോലെ തന്നെ കോരിയൊക്കെ അടുത്ത് തന്നെ വെക്കണം. എപ്പോഴും എല്ലാ സാധനങ്ങളും അടുപ്പിന്റെ അടുത്ത് തന്നെ എടുത്ത് വെക്കണം കേട്ടോ. ആ സമയത്ത് എന്താ പറയുക, ഇത് ഫ്രൈ ആയി നല്ല ചുവന്ന നിറം വരുന്ന സമയത്ത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോഴേക്കും കരിഞ്ഞു പോകും. അത് സൂക്ഷിക്കുക. നന്നായി ചൂടായിട്ടുണ്ട് നമ്മുടെ എണ്ണ. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് അരിഞ്ഞു വെക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയാണ് വെക്കണം എനിക്ക് കുറച്ചും കൂടി എളുപ്പം. അല്ലെങ്കിൽ അരിഞ്ഞ് വരുമ്പോണ്ടല്ലോ ഓരോന്നിൻ്റെയും ഫ്രൈയിങ് ടൈമിൽ കുറച്ച് ചേഞ്ച് വരും. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് വിടുമ്പോഴാണ് നല്ലതായിട്ട് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിപ്പോൾ
അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്ലെയിം കുറച്ച് വെക്കുക. അതായത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക, ഹൈ ഫ്ലെയിമിൽ നിന്ന് കേട്ടോ. ഈ പത ഒരിക്കലും നിൽക്കാൻ പാടില്ല. പത നിന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് എണ്ണ കുടിക്കുന്നു, ഭയങ്കരമായിട്ട് ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ പത നിൽക്കാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി സമയം എടുത്ത് നമുക്കിത് വറുത്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ആയിട്ടുള്ളൊരു കളർ കിട്ടില്ല. പഴുത്ത പഴമായതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. എളുപ്പമാണ് ചെയ്യാൻ, പക്ഷേ ആ പഴത്തിൻ്റെ ആ ഒരു പഴുപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പവും ആ തിക്നെസ്സും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് പല ഷേപ്പിൽ അവർ നീളത്തിലും വളരെ ചരിച്ച് വെട്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ വട്ടത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും സൗകര്യം, എളുപ്പവും. ഞാനിപ്പോൾ ഒരു പഴം മാത്രമേ ഞാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈവനായിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം വലിയൊരു അടി കട്ടിയുള്ള ഒരു പാത്രമായിരിക്കണം. പഴം പിന്നെ നിങ്ങൾ അരിഞ്ഞ് കഴിഞ്ഞ് ഒരുപാട് സമയം എടുത്ത് വെക്കാൻ പാടില്ല കേട്ടോ. അരിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വറുത്തെടുക്കണം. നേരിട്ട് എണ്ണയിലോട്ട് അരിഞ്ഞിടുന്ന ഏറ്റവും നല്ലത്. പക്ഷേ അത് പറ്റാത്തവർ ഞാൻ ചെയ്ത പോലെ അരിഞ്ഞ് വെച്ചതിന് ശേഷം അപ്പം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിനി ഉപ്പ് വെള്ളം തെളിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം ഉപ്പ് തെളിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണയുടെ ചൂടങ്ങ് കുറയുമ്പോൾ ഇതിൽ എണ്ണ ഭയങ്കരമായിട്ട് കുടിക്കും. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കുകയാണ്. ഉപ്പ് വെള്ളം തെളിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോണത്. ഒന്ന് തെറിക്കും. അപ്പം നിങ്ങൾ നീങ്ങി നിൽക്കണം. നമുക്കിനി കോരിയെടുക്കാം കേട്ടോ. കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരിപ്പയിലോട്ട്. ഇനി ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ സൗണ്ടൊക്കെ മാറട്ടെ. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലോട്ട് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നന്നായി വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് വീണ്ടും അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അടുത്ത വീണ്ടും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുത്തോളൂ. പിന്നെ നമുക്ക് ഫോർക്ക് വെച്ച് ട്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടെൻഷൻ ആവശ്യമില്ല. നമ്മൾ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴേക്കും എല്ലാം സ്പ്രെഡ് ചെയ്ത് പോന്നോളും, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമുക്ക് നേരത്തെ പോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. 2 മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഉപ്പുവെള്ളം തെളിക്കേണ്ടതെന്നാണ്. കാരണം അതിനൊക്കെ എക്സ്പീരിയൻസ് വേണം. ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കും. അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം തെളിക്കാണ്ട് തന്നെ വറുത്ത് കോരി വെക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളെ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ല, അതുപോലെ തന്നെ. അതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സേഫാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സേഫായി തോന്നുന്നത് അത് ചെയ്താൽ മതി കേട്ടോ. ഇവിടെയൊക്കെ നമ്മളൊക്കെ ചെയ്ത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ചില പുതിയ കുട്ടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പൊട്ടിത്തെറിച്ചിട്ട് മുഖത്തൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. എപ്പോഴും നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. അതിന് ശേഷം മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. കടുക് പൊട്ടിക്കുമ്പോഴും സൂക്ഷിക്കുക, എന്തും സൂക്ഷിക്കുക. ഇപ്പോൾ ഒരു ബാച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരു 7 മുതൽ 9 മിനിറ്റൊക്കെ വരെ വേണ്ടി വരും കേട്ടോ. ഇപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അതേസമയം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സമയം കൂടും. നമ്മുടെ ആദ്യത്തെ ബാച്ചാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ ചൂടോടുകൂടി എടുക്കുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. സൗണ്ട് കേട്ടോ, ഇതുപോലെ നല്ല ക്രിസ്പിനെസ്സോട് കൂടി വരും. അപ്പോൾ ചൂടാറണം. അത് ഒരുപാട് ചൂടാറാനല്ലേ ഉദ്ദേശിക്കുന്നത്. എന്നാലും ആ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് എടുത്ത് കോരുന്നതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ ക്രിസ്പിനെസ് വരില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അയ്യോ ഇതെൻ്റെ ശരിയായില്ലല്ലോ, ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ചൂടാറുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് വന്നോളും. കറക്റ്റ് അടിപൊളിയായിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലുള്ള പഴം ഉപ്പേരി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികളുടെ പ്രിയപ്പെട്ട ഉപ്പേരിയാണ് അല്ലേ ഇത്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതേ രണ്ടാമത്തെ ബാച്ച് എടുക്കുമ്പോഴും എടുക്കാറാവുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ വെളിച്ചെണ്ണ നന്നായി കുടിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ ഇത് കോരി മാറ്റി എടുത്ത് വെക്കാൻ പോകും. ഞാനിതിൽ ഉപ്പ് വെള്ളം തെളിക്കുന്നില്ല. ഉപ്പ് ചെറുതായിട്ട് ഉപ്പ് പൊടി മാത്രം ഇട്ട് കൊടുക്കാം നമുക്ക്, കോരി വെച്ചതിന് ശേഷം മാത്രം. അപ്പോൾ ഒരു സ്ട്രെയിനറിലോട്ട് കോരിയിടാം. ഓവറായിട്ട് അങ്ങ് കരിയാൻ നിൽക്കരുത് കേട്ടോ. അത് കയ്പ്പ് രസം വരികയെ. ഓവറായിട്ട് അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാതും എത്ര പഴം ഉണ്ടോ നിങ്ങൾക്ക് അതുപോലെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ട്രെയിനറിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റ് വറുത്തത്. നമുക്ക് അതിലോട്ട് അല്പം ഉപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. ഒരു അല്പം മാത്രം മതി, ഒരുപാട് ഉപ്പിടാൻ പാടില്ല. പ്രത്യേകിച്ചും ഈ പഴുത്ത പഴമാകുമ്പോൾ ഉപ്പ് എപ്പോഴും സൂക്ഷിക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ ആയിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യണ്ട ഉപ്പ് വെള്ളം. ഈ പണി കിട്ടിക്കഴിഞ്ഞാലേ ശരിയാവില്ല, എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴം വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടുണ്ട്. ചൂടാറിക്കഴിഞ്ഞാൽ നേരത്തെ പോലെ നല്ല ക്രിസ്പി ആയിട്ട് മാറും നമ്മുടെ പഴം വറുത്തത്. നമുക്ക് ചൂടാറിയതിന് ശേഷം അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആവശ്യാനുസരണം കഴിക്കുക, എൻജോയ് ചെയ്യുക കേട്ടോ. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പഴം ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. പഴം വറുത്തത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ കുത്തരുത് കേട്ടാ. കുട്ടൻ വായുടെ ആട്ടിൻകുട്ടിയാണ് കേട്ടാ. കുട്ടിയല്ല, കുട്ടിയാണോ ചേച്ചി ഇത്? കുറേ ആടുണ്ടല്ലോ. നമ്മുടെ ആ ചേച്ചിനെ കണ്ടില്ല എന്നുള്ള പരാതി.
കുട്ടമ്പായി ഇവിടെ ഭയങ്കര പണിയിലാണ് കേട്ടോ. കുട്ടമ്പായി ഒരു ഹായ് പറയും. ബംഗാളി ഒന്നും എന്തായാലും പറയില്ല അല്ലേ ചേച്ചി? ഒന്ന് തൊട്ടോ? നല്ല കാടിന്റെ ചെവിയൊക്കെ നോക്കി. ഹാപ്പി ആയോ? Privacy. Tiny balls. Amada tiny balls. Look. Tiny balls are poo poo. The thing. Say they won't run away. ആട്ടുംകുട്ടീന്റെ വയറ്റില് ബേബി ഉണ്ട്. അതോ They're fighting each other with their legs. കുട്ടമാവ ഇപ്പൊ വീഴും മിക്കവാറും. That lead broke.